ആ ആ താങ്ക് യു സാർ. ബോർഡിംഗ് പാസ് കിട്ടി. ഇനി ഗൾഫിലേക്ക് പോകണം. ആ നമ്പർ പറ. അവിടെ ഞാൻ ഗൾഫിലേക്ക് പോകണം. അവിടെ ഗൾഫിലേക്ക് പോയ ബെനിഫിറ്റ്സുകളില്ലേ? വേറെ സെക്കൻഡ് ഓപ്ഷനായിട്ട് നോക്കിയതാണ്. ഫസ്റ്റ് ഓപ്ഷൻ ഇല്ലായിരുന്നു. സോ സെക്കൻഡ് ഓപ്ഷനായിട്ട് നോക്കി. അതെ അതെ അതെ. അപ്പം ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. അവിടെ വിസയെല്ലാം കിട്ടി. വിസയെല്ലാം പെട്ടെന്ന് കിട്ടി. ആ ശരി ശരി ശരി. എക്സ്ക്യൂസ് മീ, ഗേറ്റ് നമ്പർ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തുകൊണ്ടാണ് എന്നെ പോലത്തെ പല ആളുകളും ഗൾഫിലേക്ക് പോകുന്നതെന്ന് അറിയാമോ? അല്ലെങ്കിൽ ഗൾഫിലേക്ക് ജോലിക്ക് വേണ്ടി പോകുന്നതെന്ന് അറിയാമോ? ഈ ഒരു വീഡിയോ കൂടി നമുക്കറിയാം. വാ. നമ്മളുടെ എല്ലാവരുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു റിലേറ്റീവ് കാണും ഗൾഫിലായിരിക്കുന്ന, അല്ലേ നമുക്ക് നമ്മളെ ഏതെങ്കിലും ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ റിലേറ്റീവ്സ് ആവാം, അല്ലേ? അപ്പം എന്തുകൊണ്ടാണ് ആളുകൾ, അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ ഗൾഫിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം എന്താ പറയുക, ഇപ്പം പ്രധാനപ്പെട്ട എല്ലാ എയർപോർട്ടുകളും എടുത്തു നോക്കിയാൽ എന്താ പറയുക, യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും അല്ലാണ്ട് ഗൾഫിലേക്കായിരിക്കും എന്താ പറയുക അത്യാവശ്യം കുറേ വിമാനങ്ങളുണ്ടാവും. അതായത് ഇവിടെ നിന്നൊരു വിമാനം പുറപ്പെട്ട് 4 മണിക്കൂർ ആവുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു വിമാനം കാണും. അപ്പം എന്തുകൊണ്ടാണ് ആളുകൾ ഗൾഫിലേക്ക് പോകുന്നതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാം. അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ബെറ്റർ സാലറിയാണ്. അതായത് നമ്മൾ ഇന്ത്യയിൽ കിട്ടുന്നേക്കാൾ സാലറി കൂടുതലാണ്. അതായത് എന്തുകൊണ്ടാണ് നമുക്കറിയാം, നമ്മുടെ ഗൾഫിൻ്റെ രാജ്യങ്ങളിലെ കറൻസി വ്യത്യാസമാണ്. ആൻഡ് എന്താ പറയുക, ഇപ്പോൾ കുവൈറ്റ് എന്ന രാജ്യത്തിനാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കറൻസികൾ. അതായത് ഒരു കുവൈറ്റ് ദിനാർ എന്ന് പറഞ്ഞാൽ ഏകദേശം 200 ഇന്ത്യൻ രൂപ അടുപ്പിച്ച് വരും. ഇപ്പം UAE ദിറംസ് ആണെങ്കിൽ ഏകദേശം 25-26 റേഞ്ചിൽ വരും. ഓക്കെ, അതിങ്ങനെ ചെറിയ വ്യത്യാസമെല്ലാം വരും. അപ്പം അങ്ങനെ ബെറ്റർ സാലറിയാണ്. അതായത് നമ്മൾ ഇന്ത്യയിൽ 200 രൂപ കിട്ടുന്നതല്ല ഗൾഫിൽ ഒരു 200 ദിറം കിട്ടുന്നത്. 200 ദിറം ഫോർ എക്സാമ്പിൾ 200 ദിറം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റു 26 ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം എത്ര രൂപ കിട്ടും ഒരു ദിവസം, അല്ലേ? അപ്പോൾ അതുപോലെ ബെറ്റർ സാലറിയാണ്. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് മോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ഗൾഫിൽ പല സ്ഥലത്തും പല സെക്ടറിലും പല രീതിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു കൺസ്ട്രക്ഷൻ ആവശ്യമുള്ള കമ്പിയും സിമെൻറ്റിനും എന്താ പറയുക വേറെ അതൊരു സെക്ഷൻ ആയിരിക്കും. അതിനുശേഷം അത് നോക്കുന്നത് ഒരു സെക്ഷൻ ആയിരിക്കും. അപ്പോൾ തന്നെ അതിന് ആയിട്ടുള്ള കണക്കുകളെല്ലാം നോക്കുന്ന ഒരു സെക്ഷൻ ആയിരിക്കും. എന്താ പറയുക, അതിപ്പം തന്നെ എന്താ പറയുക, നമുക്കറിയാം മിക്ക ഗൾഫ് രാജ്യങ്ങളും മരുഭൂമിയാണ്. ആ ഒരു മരുഭൂമിയിൽ അവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അവിടെ എന്താ പറയുക, അവിടെ ഒരു പുതിയ ഇൻഫ്രാസ്ട്രക്ചറും പുതിയ ഡെവലപ്മെൻറ്റ് വരുന്നത് കൊണ്ട് തന്നെ ക്യാമറ ശേഖരാണ് പുതിയ ഡെവലപ്മെൻറ്റ് വരുന്നത് കൊണ്ട് തന്നെ അവിടെ എന്താ പറയുക പുതിയ ആളുകൾക്ക് ജോലി സാധ്യത കൊടുക്കാൻ പറ്റും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ടാക്സ് ബെനിഫിറ്റ്സ് ആണ്. അതായത് പല ഗൾഫ് രാജ്യങ്ങളിലും ഞാൻ പറഞ്ഞു, അതായത് ഇപ്പം എന്താ പറയുക, നമ്മൾ ഇന്ത്യയിൽ 200 രൂപ കിട്ടുന്ന പോലെ അല്ല ഗൾഫിൽ 200 ദിറം അല്ലെങ്കിൽ 200 റിയാത്ത് 200 ദിനാർ കിട്ടുന്നത്. എന്താ പറയുക, അത് നമ്മൾ ഇന്ത്യൻ രൂപ വെച്ച് നമ്മളത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്താ പറയുക ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഹ്യൂജ് എമൗണ്ട് അല്ല, ഒരു ദിവസം ഓക്കെ എല്ലാം മാസാവസാനം നോക്കുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും കിട്ടുക.
സോ അവിടെ ഹ്യൂജ് എമൗണ്ട് ഉണ്ടായിട്ട് പോലും അവിടെ എന്താ പറയുക ടാക്സ് കുറവാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ എന്താ പറയുക, നമ്മൾ ഇന്ത്യയിൽ ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് ടാക്സിൻ്റെ ഇത് കൂട്ടിയിട്ടുണ്ട് അല്ലേ. ടാക്സ് കൂട്ടി, അത് നമ്മൾ ഗവൺമെൻറ് കുറ്റം പറയുകയല്ല, ടാക്സിൻ്റെ റേറ്റ് കൂട്ടിയിട്ടുണ്ട് അല്ലേ. പക്ഷെ അതേ സമയത്ത് നമുക്കറിയാം UAE-ലെല്ലാം എന്താ പറയുക ഇൻകം ടാക്സ് എന്ന് പറയുന്ന ടാക്സ് ഇല്ല അല്ലേ. UAE-ലോ പല UAE പോലത്തെ പല ഗൾഫ് രാജ്യങ്ങളിലും ടാക്സ്, അതൊരു ഇൻകം ടാക്സിനൊക്കെ അവരല്ലാണ്ട് ബാക്കി ടാക്സ് അറിയാം, പക്ഷെ അവർ ഇൻകത്തിൽ നിന്നുള്ള ടാക്സ് അവർ അടയ്ക്കത്തില്ല. സോ എന്താ പറയുക, അപ്പോൾ അവർ കൂടുതൽ പൈസ അവർക്ക് കിട്ടിയാലും എന്താ പറയുക അതിന് ടാക്സ് കുറവായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക അതിന് ഇൻകം ടാക്സ് ചാർജ് ചെയ്യാത്ത രാജ്യങ്ങളും ഉണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ കോസ്റ്റ് ടു ഇന്ത്യ. അതായത് നമുക്കറിയാം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലേക്ക് പോകണമെങ്കിൽ എന്താ പറയുക രാവിലെ 4:45 എമിറേറ്റ്സ് വൈറ്റ് കയറിയാൽ ദുബായ് ടൈം UAE ടൈം രാവിലെ 7:15, അതായത് ഇന്ത്യൻ ടൈം 8:45, അതായത് കറക്റ്റ് 4 മണിക്കൂർ കൊണ്ട് ദുബായിലെത്തും. അതുകൊണ്ട് തന്നെ ഒമാൻ ആണെങ്കിൽ എന്താ പറയുക ഒരു 3.5 മണിക്കൂർ അടുപ്പിച്ച് വരും. സൗദി ആണെങ്കിൽ ഒരു 6 മണിക്കൂർ, കുവൈറ്റ് ആണെങ്കിൽ ഒരു 5 മണിക്കൂർ, ബഹ്റൈൻ ആണെങ്കിലും 5 മണിക്കൂർ. ഓക്കെ, അപ്പോൾ എന്താ പറയുക അതായത് എന്താ പറയുക ഒരു മിനിമം 6 മണിക്കൂർ യാത്ര ചെയ്ത്, അപ്പം ഡൽഹിയിൽ മുംബൈ എന്നുള്ള വിമാനമാണെങ്കിൽ ഈ പറയുന്ന ഡ്യൂറേഷൻ കുറയും, കാരണം ഡിസ്റ്റൻസ് കുറവാണ്. ഓക്കെ, അപ്പം അതുപോലെയാണ്. അപ്പോൾ എന്താ പറയുക ഒരു മിനിമം ഒരു 6-7 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് എന്താ പറയുക ഗൾഫ് എന്ന് പറയുന്ന സെക്ടറിലേക്ക് എത്താൻ പറ്റും. പക്ഷേ എന്താ പറയുക യൂറോപ്പിലേക്കുള്ള യാത്ര ചെയ്യണമെങ്കിൽ എന്താ പറയുക ഒരു 12 മണിക്കൂറെങ്കിലും മിനിമം വേണം അല്ലേ. അപ്പോൾ ഇന്ത്യയോട് അടുത്തായതുകൊണ്ട് എന്താ പറയുക പെട്ടെന്ന് പോയിട്ട് വരും. ഇപ്പോൾ എന്താ പറയുക ഇപ്പം സാറ്റർഡേ സൺഡേ എന്താ പറയുക ഗൾഫിൽ ഹോളിഡേ ആണെങ്കിൽ എന്താ പറയുക നിങ്ങൾ ഫ്രൈഡേ രാത്രി കയറിയാൽ നിങ്ങൾ സാറ്റർഡേ രാവിലെയോ അല്ലെങ്കിൽ അന്ന് വൈകിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിലെത്താം. എന്നിട്ട് എന്താ പറയുക സാറ്റർഡേ സൺഡേ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സൺഡേ വൈകിട്ട് പോകും, അല്ലെങ്കിൽ മൺഡേ രാവിലെ തന്നെ പോകാം. കാരണം നമ്മളാളും 1.5 മണിക്കൂറും 2.5 മണിക്കൂർ പുറകോട്ടാണ്. സോ നമുക്ക് അത്ര ടൈം കൂടുതൽ കിട്ടും. ഇനി അടുത്തത് ലാർജ് ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ്. അതായത് നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ ഇഷ്ടംപോലെ ഇന്ത്യക്കാരുണ്ടല്ലേ. നമ്മൾ ഇന്ത്യക്കാരില്ലാത്ത രാജ്യങ്ങളിൽ എന്ന് പറയുന്നത് കുറവാണ്. നമ്മുടെ ഗൾഫ് മാത്രമല്ല പല രാജ്യങ്ങളിലും ഇന്ത്യക്കാരുണ്ട്. പക്ഷെ എന്താ പറയുക നമ്മുടെ ഗൾഫിൽ ഇപ്പോഴും എന്താ പറയുക ലാർജ് എമൗണ്ട് ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് ഉണ്ട് അല്ലേ. അതായത് എന്താ പറയുക ഇപ്പം നമ്മളിപ്പം ഏതൊരു സ്ഥലത്ത് നോക്കിയാലും അവിടെ ഏതൊരു ഗൾഫ് രാജ്യത്തിൽ പോയാലും അവിടെ എവിടെയെങ്കിലും ഒരു ഇന്ത്യക്കാർ കാണും. അതാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മൾ ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയാൽ ആ റിലേറ്റീവ്സിൻ്റെ റിലേറ്റീവായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ ഫ്രണ്ടിൻ്റെ റിലേറ്റീവായിട്ടോ ആരെങ്കിലും ഗൾഫിൽ കാണും. സോ എന്താ പറയുക നമ്മൾ ഇന്ത്യയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ലാർജ് ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് നമ്മളെ ഗൾഫ് രാജ്യങ്ങളിലും ഉണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക പുതിയ ഒരാൾ ഗൾഫിലേക്ക് വന്നാൽ അവർക്ക് അവിടെ ഈസി ആയിട്ട് അവർക്കത് എന്താ പറയുക അവിടെ പോയിട്ട് സിറ്റുവേഷൻ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം അവിടെ ഇഷ്ടംപോലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇനി അടുത്തത് സപ്പോർട്ട് ഫോർ ഫാമിലി. പല ആളുകളും ഗൾഫിലേക്ക് പോണത് എന്താ പറയുക ഒന്നിൽ വീട് കെട്ടാനായിരിക്കും. കാരണം വീട് നമുക്കറിയാലോ ഇവിടെ ഒരു ഇന്ത്യയിൽ ഒരു വീട് കെട്ടണമെങ്കിൽ എന്താ പറയുക മിനിമം ലക്ഷങ്ങളെങ്കിലും മിനിമം ചിലവാകും അല്ലേ. അപ്പം അതുപോലെ തന്നെ എന്താ പറയുക അപ്പം എല്ലാത്തിൻ്റെയും ഇപ്പം പിന്നെ ഇവിടെ നമ്മുടെ പല കേസസ് നമ്മൾ പോലും അനുഭവിക്കുന്നതുകൊണ്ടാണ് അതനുസരിച്ച് അതിന് റിലേറ്റീവായിട്ടും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി തന്നെ പല ഫീൽഡിലും അത് അഫക്റ്റ് ചെയ്യും. സോ അതനുസരിച്ച് അതിൻ്റെ എമൗണ്ടും കൂടും. സോ എന്താ പറയുക പല പർപ്പസ്, അതായത് എന്താ പറയുക വീട് വയ്ക്കുക, അല്ലെങ്കിൽ എന്താ പറയുക എഡ്യൂക്കേഷൻ പർപ്പസ്, ഹെൽത്ത് പർപ്പസ്, അല്ലെങ്കിൽ എന്താ പറയുക ഫാമിലി സപ്പോർട്ടിന്, അങ്ങനെ അതിനൊക്കെ എന്താ പറയുക അതിനൊക്കെയാണ് ആളുകൾ ഗൾഫിൽ. ഇനി അടുത്തത് ഹിസ്റ്റോറിക്കൽ കണക്ഷനാണ്. അതായത് ഗൾഫിൽ എന്താ പറയുക കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, കുറച്ചല്ല ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഗൾഫിൽ എന്താ പറയുക ഇത് കണ്ടുപിടിക്കുകയുണ്ടായി. അതായത് എന്താ പറയുക ഓയിലുണ്ട്. അതായത് നമ്മൾ എന്താ പറയുക നമുക്കറിയാലോ അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം LPG-യുടെയും എന്താ പറയുക ഓയിലിൻ്റെയും എല്ലാം ക്രൈസിസ് ഉണ്ട്.
അതെന്തുകൊണ്ടാണ്? കാരണം ഈ നമ്മൾ LPGയും ഓയിലെല്ലാം നമ്മൾ ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഗൾഫ്, അപ്പോൾ എന്താ പറയുക, അപ്പോൾ അവിടെ ഈ പറയുന്ന മിക്ക ഗൾഫ് രാജ്യങ്ങളും ഓയിലിൻ്റെയും ഫ്യൂവലിൻ്റെയും പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്താ പറയുക, അപ്പോൾ അവിടെ ആ ഒരു ഓയിലും ഫ്യൂവൽ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഇഷ്ടംപോലെ ഇൻഡസ്ട്രീസ് വരികയും ചെയ്തു. ആ ഇൻഡസ്ട്രിയിലേക്ക് എന്താ പറയുക, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുകയും ചെയ്തു. ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്ന കൊണ്ട് തന്നെ എന്താ പറയുക, ഇഷ്ടംപോലെ ആളുകൾ ആ സെക്ടറിൽ പോയി വർക്ക് ചെയ്യും. അടുത്ത എന്താ പറയുക, ഡിമാൻഡ് ഫോർ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വർക്കേഴ്സ്. അതായത് നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിരിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചാൽ അതിനുള്ള ജോലി എന്താ പറയുക ഗൾഫിലുണ്ട്. അതിപ്പം തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ഒരു ബേസിക് എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ. അതിനുശേഷം തുടർന്ന് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ അൺസ്കിൽഡ് ആണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ അൺസ്കിൽഡ് വരെയും ജോലിയില്ലേ. അതുപോലെ തന്നെ സ്കില്ല്, നിങ്ങൾ ഇന്ത്യയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഗൾഫിലും കിട്ടും. നിങ്ങൾക്ക് ഡയറക്റ്റ് പഠിച്ചിറങ്ങി ഡയറക്റ്റ് ഗൾഫിൽ പോലെ നിങ്ങൾക്ക് ജോലി കിട്ടും. അതെന്ന് എന്താ പറയുക, അവിടെ അതായത് നിങ്ങൾക്ക് ഹൈ എഡ്യൂക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവിടെ കാര്യമില്ല. ഗൾഫിലേക്ക് പോയാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോലി കിട്ടും. ഇനി അടുത്തത് എന്താ പറയുക, ഫാസ്റ്റ് സേവർ. അതായത് എന്താ പറയുക ഗൾഫിൽ വർക്ക് ചെയ്ത് നമുക്ക് എന്താ പറയുക കൂടുതൽ പൈസ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പൈസ ഏൺ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ടാക്സ് ബെനിഫിറ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് തന്നെ പൈസ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. കാരണം മീൻസ് അതായത് എന്താ പറയുക, ഇപ്പം നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ അത്യാവശ്യം ചില കാര്യങ്ങളെല്ലാം കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അവിടുത്തെ ലോ എല്ലാം വയലേറ്റ് ചെയ്താൽ അപ്പരെ എന്താ പറയുക ഫൈൻ വാങ്ങിക്കും. സോ അപ്പോൾ എന്താ പറയുക, നമ്മൾ അവിടുത്തെ റൂൾസും അവിടുത്തെ നിയമങ്ങളെല്ലാം പാലിച്ചാൽ നമുക്ക് എന്താ പറയുക ടാക്സ് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക ചില ഇൻകം ടാക്സ് കൊടുക്കാത്ത രാജ്യങ്ങളും കുറച്ച് ഇൻകം ടാക്സ് വാങ്ങിക്കുന്ന രാജ്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ഹൈ എമൗണ്ട് ഓഫ് സാലറി കിട്ടുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയുക പെട്ടെന്ന് പൈസ സേവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ബെറ്റർ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ്. അതായത് എന്താ പറയുക, നമ്മളിപ്പം ഗൾഫിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് കിട്ടും. നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ നമ്മുടെ സ്കില്ല്, നിങ്ങൾ ഓൾറെഡി സ്കിൽഡ് ആണെങ്കിൽ നിങ്ങൾക്കുള്ള സ്കില്ല് നിങ്ങൾക്ക് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക അൺസ്കിൽഡ് ആണെങ്കിൽ അൺസ്കിൽഡ് സ്കില്ലിനെ എന്താ പറയുക സ്കില്ലാക്കാൻ പറ്റും. പിന്നെ എന്താ പറയുക പല ആളുകളും വർഷങ്ങളായിട്ട് ഗൾഫിൽ വർക്ക് ചെയ്യും. എന്താ പറയുക അവിടെ നിർത്തിയിട്ട് വന്നിട്ട് എന്താ പറയുക നാട്ടിൽ ബിസിനസ് എല്ലാം തുടങ്ങും. അപ്പോൾ അതൊക്കെ അവരുടെ എക്സ്പീരിയൻസ്. അവർ എത്ര വർഷമാണ് ഗൾഫിൽ കിടന്നത്, ആ ഒരു ഗൾഫിൽ ജോലി ചെയ്തതിൻ്റ എക്സ്പീരിയൻസ് വെച്ചാണ് അവർ ഈ നാട്ടിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് 10 റീസൺസ്. ഇതാണ് മെയിനായിട്ടുള്ള 10 റീസൺസ്. ആൻഡ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. ആൻഡ് നിങ്ങൾക്കറിയുന്ന റീസൺസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ഇതുപോലത്തെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.